എന്തിനാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്? എന്തിനാണ് ആ പ്രേതം രോഹനെ ആക്രമിക്കുന്നത്? പ്രേതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? എന്തിന് കിരണിനെ അത് അപകടപ്പെടുത്തി? അന്ന് മധുസൂദൻ്റെ വീട്ടിൽ നടന്നത് എന്താണ്? ഈ ഉപ്പും പ്രേതവും തമ്മിൽ എന്താണ് ബന്ധം? അവസാനം വന്നതാരാണ്? DS ഇറ. സത്യം അങ്ങനെ ആയിരുന്നില്ല ഞാൻ ആ വാക്ക് പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ റിലീസ് ചെയ്തതിന് ശേഷം, അത് മലയാളത്തിൽ വായിച്ചു തുടങ്ങിയതിന് ശേഷമായിരിക്കും DS ഇറ എന്ന് നിങ്ങളും പറയാൻ തുടങ്ങിയത്. തുടക്കത്തിൽ ഞാൻ പറയാം, ഒരുപാട് സ്പോയിലേഴ്സ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് മെൻഷൻ ചെയ്ത ശേഷം സിനിമ കാണാത്തവർ ഈ ഒരു വീഡിയോ കാണരുത്. സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾ തിരിച്ചു വരിക, തിരിച്ചു വന്നിട്ട് ബാക്കി കാണാം. അപ്പോൾ മാത്രമേ ഞാനിതെങ്ങനെയാണ് റിസീവ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ നിങ്ങളും ഞാനും ഒരുപോലെ തന്നെ ആയിരിക്കും അതിൽ കാണുന്ന ഓരോ ഇൻസിഡൻസും റിസീവ് ചെയ്യുന്നുണ്ടാവുക. ഒരു ഫിലിം റിവ്യൂ അല്ല എൻ്റെ ഉദ്ദേശം. കുറേ കാലങ്ങൾക്ക് മുമ്പേ മുതൽ തന്നെ ഹൊറർ സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഞാനത് നിർത്തിവെച്ചിരിക്കുകയാണ്. അതിന് കാരണം സിവിക് സെൻസ് തീരെ ഇല്ലാത്ത ചില ഉപ്പുവാങ്ങാ മോറന്മാരും മോറികളുമാണ്. അതായത് ഒരു ഹൊറർ സിനിമയുടെ ഫസ്റ്റ് ഇംപ്രഷൻ നഷ്ടമായി കഴിഞ്ഞാൽ പിന്നീട് എത്ര തവണ നമ്മളത് കണ്ടിട്ടും കാര്യമില്ല. അത് നഷ്ടമായാൽ നഷ്ടമായത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതലും ഹൊറർ സിനിമകൾ ഞാൻ OTT റിലീസ് ചെയ്യുമ്പോഴാണ് കാണാറ്. അതേക്കുറിച്ച് ഒന്നും വായിക്കുക പോലും ഞാൻ ചെയ്യാറില്ല, ആ ഒരു ഇംപ്രഷൻ നഷ്ടമാവാതിരിക്കാൻ. നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് ഫുൾ വോളിയത്തിൽ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഇത്തവണ DS ഇറ ഞാൻ കണ്ടത് തിയേറ്ററിൽ പോയിട്ട് തന്നെയായിരുന്നു. ഒരുപാട് പേർ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം അവർക്കെല്ലാം തിയേറ്ററിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ദുരനുഭവങ്ങളെക്കുറിച്ചും വീഡിയോകളിൽ പറഞ്ഞിരുന്നു. അത് കണ്ട് കുറച്ച് പേർക്കെങ്കിലും സിവിക് സെൻസ് ഉണ്ടായതായി എനിക്ക് തോന്നി. എനിക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ തിയേറ്ററിൽ ഉണ്ടായില്ല. പക്ഷേ ഈ അവസാന സമയമായപ്പോൾ കുറച്ച് പെൺകുട്ടികൾ ഉറക്കെ കരയുന്നുണ്ടായിരുന്നു. അവരൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ആ ഒരു സമയത്ത് ആരായാലും ഭയന്ന് കരഞ്ഞു പോകുമായിരുന്നു. എന്നാൽ പേടിച്ച് ശ്വാസം അടക്കി പിടിച്ച് കാണേണ്ട ഒരു സിനിമയാണ് എന്നുള്ള അഭിപ്രായങ്ങളും ഞാൻ കേട്ടു. അത്രത്തോളം എനിക്ക് കത്തിയില്ല. എനിക്ക് ഭൂതകാലമായിരുന്നു ഇതിനേക്കാൾ കുറച്ചുകൂടി വർക്കായത്. അതും ഇതേപോലെ ഞാൻ രാത്രി ഫുൾ വോളിയത്തിൽ കണ്ട ഒരു സിനിമയാണ് OTT. സോ അത്രത്തോളം എനിക്ക് ഈ ഒരു സിനിമ വർക്കായില്ല. പക്ഷേ അതേക്കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഈ സിനിമയെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലൂടെ കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതായത് സിനിമ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയ ഓരോ ആളുകളോടും ചോദിച്ചാൽ അവർക്കൊക്കെ പറയാനുള്ളത് ഉത്തരമില്ലാത്ത കുറച്ച് ചോദ്യങ്ങളെക്കുറിച്ചാണ്. ഈ സിനിമ അങ്ങനെ സൃഷ്ടിച്ച ഒരു സിനിമയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് സിനിമകൾ പല രീതിയിൽ നമുക്ക് സൃഷ്ടിക്കാം. ഇവിടെ ഈ സിനിമ സൃഷ്ടിച്ചിരിക്കുന്നത് പടം കണ്ട് പുറത്തിറങ്ങിയ ആളുകൾക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു സ്പേസ് കൊടുത്തിട്ടാണ്. അതായത് ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ആ ചർച്ചയിലൂടെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവണം. എൻഡ് ഓഫ് ദ ഡേ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ആ സിനിമയിൽ നമ്മൾ കണ്ടെത്തുകയും വേണം. എന്നാൽ ഇവിടെ അങ്ങനെ ചില ഉത്തരങ്ങൾ ആർക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ആ ചോദ്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. സിനിമ കാണാത്തവർ സ്കിപ്പ് അടിക്കാൻ വരട്ടെ. ഞാൻ ആ ചോദ്യങ്ങൾ പറഞ്ഞു കഴിയുന്നതിന് ശേഷം നിങ്ങൾ പോയാൽ മതി. കാരണം ആ ചോദ്യങ്ങളോടുകൂടി ആ സിനിമ കാണുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള താല്പര്യം ഉണ്ടാവും എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ മാത്രമല്ല, സിനിമയുടെ ഡയറക്ടറായ രാഹുൽ സദാശിവൻ്റെയും അഭിപ്രായം. അദ്ദേഹം കഴിഞ്ഞ ദിവസം, അതായത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൽ 4 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ആ ചോദ്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്തിന് അവളത് ചെയ്തു? എന്തിനാണ് ആ പ്രേതം അവനെ ഭയപ്പെടുത്തുന്നത്? ആ ചിലങ്ക എങ്ങോട്ടാണ് പോയത്? അവസാനം അവൻ പറഞ്ഞ അത് എന്തിനായിരുന്നു? ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ്. സിനിമ കണ്ടവർ കയറിപ്പോരൻ ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. എന്തിനാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്? എന്തിനാണ് ആ പ്രേതം രോഹനെ ആക്രമിക്കുന്നത്? പ്രേതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? എന്തിന് കിരണിനെ അത് അപകടപ്പെടുത്തി? അന്ന് മധുസൂദൻ്റെ വീട്ടിൽ നടന്നത് എന്താണ്? ഈ ഉപ്പും പ്രേതവും തമ്മിൽ എന്താണ് ബന്ധം? അവസാനം വന്നതാരാണ്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആദ്യം ആ കഥ നമുക്കൊന്ന് നോക്കാം. ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്നും തുടങ്ങി പെൺകുട്ടിയുടെ ആത്മഹത്യയിലേക്കും തുടർന്ന് രോഹൻ്റെ ജീവിതത്തിലേക്കും. മരിച്ച വീട് സന്ദർശിക്കുന്നത് മുതൽ അവളുടെ ആത്മാവ് രോഹനോടൊപ്പം പോകുന്നു. ശേഷം ആ ആത്മാവ് രോഹനെ ശല്യം ചെയ്യുന്നു എന്നതാണ് കഥാസന്ദർഭം. ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഒരു ചായ ഗ്ലാസ് വീണ് പൊട്ടുന്നു.
അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ഞെട്ടലുകളും ആരംഭിക്കുന്നു. ഒരു ഇൻറ്റ്യൂഷനിലൂടെയാണ് മധുസൂദൻ എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ സൂപ്പർവൈസറുടെ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അയാൾക്ക് എന്തോ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാകുന്നു. അതുവഴി അയാൾക്കൊരു കോൾ വരുന്നു. ആ കോളിലൂടെ അയാൾ മനസ്സിലാക്കുന്നു അയാളുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. മരണപ്പെട്ടത് കനി എന്ന പെൺകുട്ടിയാണ്. അവൾ രോഹൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. മരിച്ച കനിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് രോഹൻ്റെ സുഹൃത്ത് പറയുമ്പോൾ വലിയ താല്പര്യമില്ലാതെയാണ് അവനോടൊപ്പം രോഹൻ പോകുന്നതും. അങ്ങനെ വീട്ടിൽ പോകുന്നതിൻ്റെ തൊട്ടു മുമ്പ് രോഹൻ ഫോണിൽ ചില ചിത്രങ്ങൾ കാണുന്നുണ്ട്. ആ ചിത്രങ്ങളിലൂടെയാണ് രോഹനും മരിച്ചുപോയ കനിയും തമ്മിൽ എത്രത്തോളം ഇഷ്ടത്തിലായിരുന്നു, അവരുടെ ബന്ധം എത്രത്തോളം അടുപ്പമുള്ളതായിരുന്നു എന്ന് പ്രേക്ഷകനും മനസ്സിലാക്കുന്നത്. അങ്ങനെ ആത്മഹത്യ ചെയ്ത കനിയുടെ വീട്ടിലേക്ക് ആ സുഹൃത്തിനോടൊപ്പം രോഹൻ ചെല്ലുകയാണ്. അവിടെ വെച്ച് രോഹൻ കനിയുടെ അനുജനായ കിരണിനെ കാണുന്നു. മാനസികമായി അവൻ ഒരൽപ്പം വ്യത്യസ്തമായാണ് പെരുമാറുന്നത്. അത് രോഹൻ്റെ കാഴ്ചപ്പാടാണോ എന്നതറിയില്ല. എന്തായാലും ആ കാഴ്ചപ്പാടിലൂടെയാണ് പ്രേക്ഷകരെയും ആ ഒരു വിഷയം സംവിധായകൻ അറിയിക്കുന്നത്. അവിടെ വെച്ച് രോഹൻ കിരണിനോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. കനി എന്തെങ്കിലും പറഞ്ഞിരുന്നോ? നിനക്കെന്തെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ എന്നെ വന്ന് കാണണം. അതിനുശേഷം കനിയുടെ മരണത്തെക്കുറിച്ച് പറയുന്ന സുഹൃത്തിനോട് രോഹൻ പറയുന്നുണ്ട്, ഇനി ഈ ഒരു വിഷയം സംസാരിക്കണ്ട, ഈ ഒരു വിഷയം ഓർമ്മിപ്പിക്കണ്ട എന്ന്. അതിലൂടെ കാണിക്കുന്നത് രോഹൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡാണ്. കനിയുടെ വീട്ടിൽ വെച്ച് കിരൺ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്ന് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാകും കിരണും കനിയും തമ്മിൽ വലിയ രീതിയിലുള്ള ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ബന്ധത്തിന് വലിയ ആഴങ്ങളും ഉണ്ടായിരുന്നില്ല. അവിടെ കരയുന്ന ഒരു അമ്മയെ നമുക്ക് കാണാൻ പറ്റും. ആ അമ്മയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന അച്ഛനെയും നമുക്ക് കാണാം. മകളെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്നും ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അവളിപ്പോൾ നമ്മളോടൊപ്പം ഉണ്ടാവുമായിരുന്നു എന്നും ആ അമ്മ പറയുന്നു. എന്നാൽ അവൾക്ക് വേണ്ടതെല്ലാം നമ്മൾ നൽകിയിരുന്നില്ലേ എന്ന ന്യായീകരണമാണ് അച്ഛൻ പറയുന്നത്. അച്ഛൻ്റെ മുഖത്ത് പല ഷോട്ടിലും മകൾ മരിച്ചു എന്നതിൻ്റെ വിഷമം നമുക്ക് കാണാൻ സാധിക്കില്ല. ആ വീട്ടിൽ പലപ്പോഴും അവൾ ഒറ്റയ്ക്കായിരുന്നു എന്ന തോന്നലാണ് പ്രേക്ഷകനിലേക്ക് ഈ ഒരു സീൻ കൊണ്ടെത്തിക്കുന്നത്. അതുവരെ ഒരു സ്ലോ പേസിൽ പോയിരുന്ന ആ ഒരു സിനിമയ്ക്ക് പിന്നീട് ഒരു സ്റ്റേജ് ഷിഫ്റ്റ് ലഭിക്കുകയാണ്. അതായത് ആ മരണ വീട്ടിൽ നിന്നും മരിച്ചുപോയ കനി എന്ന പെൺകുട്ടിയുടെ ഹെയർ ക്ലിപ്പ് രോഹൻ എടുക്കുന്നു. അവനത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അവൻ്റെ ബെഡ്റൂമിലെ ഷെൽഫിൽ അത് സൂക്ഷിക്കുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ആ ബെഡ്റൂമിൽ ആ ഹെയർ ക്ലിപ്പിൻ്റെ ടിക് ടിക് ശബ്ദം കേൾക്കുന്നു. ഒരു ചിലങ്കയുടെ ശബ്ദവും. കനിയുടെ റൂമിലേക്ക് രോഹൻ കടന്നു ചെല്ലുമ്പോൾ കനി ഒരു നർത്തകിയായിരുന്നു എന്ന് കാണിക്കുന്ന രീതിയിലുള്ള കുറച്ച് വിഷ്വൽസ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചിലങ്കയുടെ ശബ്ദം വന്നപ്പോൾ തന്നെ മുറിയിൽ വന്നിട്ടുള്ളത് കനിയുടെ ആത്മാവാണ് എന്ന ചിന്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം പലപ്പോഴും ഈ ആത്മാവ് രോഹൻ്റെ മുടി തലോടുന്നതായും കാണിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ രോഹൻ ചിന്തിക്കുന്നത് കാലങ്ങൾക്ക് മുമ്പ്, അതായത് അവർ തമ്മിൽ പ്രണയത്തിലായിരുന്ന സമയത്ത് കനിയുടെ മടിയിൽ കിടക്കുന്ന രോഹനും സ്നേഹത്തോടെ തലോടുന്ന കനിയെയും കാണിക്കുന്നുണ്ട്. പക്ഷേ രോഹൻ റിയാക്ട് ചെയ്യുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. നിനക്ക് എന്താണ് വേണ്ടത്? നീ എന്തിനാണ് എന്നെ ശല്യം ചെയ്യുന്നത് എന്നൊക്കെയാണ് രോഹൻ ചോദിക്കുന്നത്. അത് ആ ആത്മാവിനെ പ്രകോപിപ്പിക്കുന്നുണ്ട്. തനിക്കുണ്ടായ അനുഭവം രോഹൻ ആദ്യമായി തുറന്നു പറയുന്നത് മരണം വീട്ടിൽ കണ്ട മധുസൂദൻ എന്ന വ്യക്തിയോടാണ്. ഈ മധുസൂദൻ എന്ന വ്യക്തി രോഹൻ്റെ അച്ഛൻ്റെ സുഹൃത്തു കൂടിയാണ് എന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ മധുസൂദൻ എന്നയാൾ അതുവരെ പ്രേക്ഷകൻ്റെ മനസ്സിൽ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി മാത്രമാണ്. അയാളെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പ്രേക്ഷകൻ അറിയില്ല. പക്ഷെ ഒരുപാട് ക്ലൂ സംവിധായകൻ കൊടുക്കുന്നുണ്ട്. അതായത് അമ്മയോട് സംസാരിക്കുന്ന ഒരു സീനിൽ അമ്മ ചോദിക്കുന്നുണ്ട് മധുസൂദനോട്, ഇങ്ങനെ പൊടിയും വെയിലും ഒക്കെ കൊള്ളുന്ന ജോലിക്ക് പോകണോ? അച്ഛൻ ചെയ്ത പോലെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയാൽ പോരെ എന്ന്. അപ്പോൾ മധുസൂദനൻ പറയുന്നുണ്ട്, ആ ജോലിക്ക് പോയാൽ വരുമാനം കിട്ടില്ല. അച്ഛൻ ആ സമയം എന്തെങ്കിലും ഒരു സർക്കാർ ജോലിക്ക് പോയിരുന്നുവെങ്കിൽ അമ്മയ്ക്കെങ്കിലും സുഖമായി ജീവിക്കാമായിരുന്നു എന്നൊരു മറുപടിയും മധുസൂദനൻ പറയുന്നുണ്ട്. ആ സീനിൽ തന്നെ മധുസൂദനൻ്റെ ഇൻറ്റ്യൂഷൻസിനെ കുറിച്ച് കുറച്ച് ക്ലൂസ് സംവിധായകൻ നൽകുന്നുണ്ട്. അതായത് അമ്മയോടുള്ള സംസാരത്തിൽ മധുസൂദനൻ ചോദിക്കുന്നുണ്ട്, അമ്മ പറഞ്ഞാൽ അനുസരിക്കില്ല. അപ്പോൾ നീ പറഞ്ഞാൽ അനുസരിക്കാറുണ്ടോ? നീയും പറഞ്ഞാൽ അനുസരിക്കാറില്ലല്ലോ എന്ന് അമ്മയും ചോദിക്കുന്നു. ഞാനെന്താ അനുസരിക്കാത്തത്? അതിനുത്തരമായാണ് അമ്മ പറയുന്നത്, ആ കുഞ്ഞിനെ പറ്റി നിനക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നെങ്കിൽ അത് മറ്റുള്ളവരോട് പറയാമായിരുന്നില്ലേ? അങ്ങനെയെങ്കിൽ അവൾ രക്ഷപ്പെടുമായിരുന്നല്ലോ എന്ന്. അതായത് ആ പെൺകുട്ടി എന്ന് പറയുന്നത് കനിയെക്കുറിച്ചാണ് പറയുന്നത്. അതിന് മറുപടിയായിട്ട് മധുസൂദനൻ പറയുന്നുണ്ട്, അങ്ങനെ മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യവും നാട്ടുകാരോട് പറയാൻ പറ്റുമോ എന്ന്. അതായത് അതൊരു തോന്നലായിരുന്നു എന്നും അതിപ്പോൾ ശരിയായി എന്നും.
ആ പറഞ്ഞു വരുന്നത് കനിയുടെ മരണത്തെക്കുറിച്ചാണ്. ഈ കനിയുടെ മരണത്തെക്കുറിച്ച് കനി മരിക്കുന്നതിന് മുമ്പ് മധുസൂദനൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് അതിപ്പോൾ ശരിയായി എന്ന് അമ്മ പറയാനുള്ള കാരണവും. ചിലപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ കനി എന്ന പെൺകുട്ടിയെ അയാൾ അതിനു മുമ്പും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അധികം ആരോടും സംസാരിക്കാതെ നടക്കുന്ന ആ ഒരു പെൺകുട്ടി പലപ്പോഴും ആ കിണറിനെ ചുറ്റിപ്പറ്റി നടന്നിട്ടുണ്ടാവണം. അവൾ കിണറ്റിലേക്ക് നോക്കി നിൽക്കുന്നതിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു സംശയവും തോന്നിയിട്ടുണ്ടാവണം. ഇതൊക്കെ കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോൾ അവൾ ഡിപ്രഷനിലായിരുന്നു എന്നാണ് നമ്മളിലേക്ക് എത്തുന്ന ഒരു തോട്ട്. ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജിനെ കുറിച്ചാണ് അവർ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടി പലപ്പോഴും കിണറിനെ ചുറ്റിപ്പറ്റി നടക്കുകയും കിണറ്റിലേക്ക് നോക്കി നിൽക്കുകയും ചെയ്യുമ്പോൾ ആർക്കായാലും ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവില്ലേ? ഇനി കനിയുടെ മരണത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. കനിയുടെ മൃതദേഹം പുറത്തെടുക്കുമ്പോൾ അവരുടെ കൈ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് പിടിച്ച് താഴ്ത്തുമ്പോഴും പതിയെ അത് തിരിച്ച് ഉയർന്നു. അതിന് കാരണം റിഗർ മോർട്ടിസ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അതായത് മരണം സംഭവിച്ചിട്ട് കുറേ നേരം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവിടെ കാണിക്കുന്നത്. ഒരാൾ കിണറ്റിലേക്ക് എടുത്ത് ചാടുമ്പോൾ ഭീകരമായൊരു ശബ്ദം ഉണ്ടാവും. ഒന്ന് ചിന്തിച്ചാൽ മതി. ആ വീട്ടിൽ 3 പേരാണ് താമസിക്കുന്നത്. കനിയെ കൂടാതെ 3 പേരാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. അവരാരും ഇങ്ങനൊരു ശബ്ദം കേട്ടിട്ടില്ല. കിരൺ താമസിക്കുന്ന മുറിയുടെ തൊട്ടടുത്താണ് ഈ ഒരു കിണറുള്ളത്. കിരൺ പറയുന്നുണ്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എനിക്ക് കിണറാണ് കാണാൻ കഴിയുന്നത് എന്ന്. കനിയുടെ മൃതദേഹം ആദ്യമായി കണ്ടതും അവനാണ്. എന്നിട്ട് പോലും കനി ചാടിയ ശബ്ദം അവൻ കേട്ടിട്ടില്ല. ആ വീട്ടിൽ മറ്റാരും തന്നെ കേട്ടിട്ടില്ല. അതിലൊരു സീന് കാണിക്കുന്നുണ്ട്. അതായത് ചെവിട്ടിൽ എയർപോഡ് വെച്ച് ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഫോൺ നോക്കിയിരിക്കുന്ന കിരണിനെ അച്ഛൻ പിന്നിലൂടെ നടന്നു പോകുന്നത് പോലും അവൻ അറിയുന്നില്ല. അതായത് കിരൺ അങ്ങനെ ഒരു വ്യക്തിയാണ്. ആ വീട്ടിൽ എന്ത് സംഭവിച്ചാലും അത് അവനെ ബാധിക്കുന്ന വിഷയമേ അല്ല. പക്ഷെ അച്ഛനും അമ്മയും അങ്ങനെ ആയിരിക്കുമോ? ആ ശരീരം പുറത്തെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ ശരീരം ജീർണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് ദിവസങ്ങളായി ആ ശരീരം കിണറ്റിൽ കിടക്കുന്നു. ദിവസങ്ങളായി സ്വന്തം മകൾ ആ വീട്ടിലുണ്ടോ ഇല്ലയോ എന്ന് പോലും അച്ഛനും അമ്മയ്ക്കും അറിയില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രത്തോളം ഒറ്റപ്പെട്ടിട്ടായിരിക്കും ആ വീട്ടിൽ ആ പെൺകുട്ടി ജീവിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഒരു പെൺകുട്ടിക്ക് ആത്മഹത്യ ചെയ്യാൻ മറ്റെന്തെങ്കിലും കാരണം വേണോ? എന്തിനാണ് അവളുടെ ആത്മാവ് രോഹനെ ഹോണ്ട് ചെയ്യുന്നത്? രോഹൻ ചെയ്ത തെറ്റെന്താണ്? അവൻ അവളെ പ്രണയിച്ചിരുന്നു. ഒരു പരിധിയിൽ കൂടുതൽ ടോക്സിക്കായി തോന്നിയപ്പോഴാണ് അവൻ മൂവ് ഓൺ ചെയ്തത്. ഇതാണ് രോഹൻ്റെ ഭാഗം. പിന്നീട് ഒരു 8 മാസത്തോളം അവൾ അവനെ ശല്യം ചെയ്തിട്ടില്ല എന്നും രോഹൻ പറയുന്നുണ്ട്. അതൊരു തെറ്റല്ലല്ലോ. എങ്കിലും അവളുടെ മരണത്തിൽ അയാൾക്ക് കുറ്റബോധം തോന്നിയിരുന്നു. അതുകൊണ്ടാണ് അയാൾ കിരണിനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും പണം ഓഫർ ചെയ്യുന്നതും. ആവശ്യത്തിൽ കൂടുതൽ പണമാണ് വലുത് എന്ന് ചിന്തിക്കുന്ന ഒരാൾ അങ്ങനെ ചെയ്തതിലും തെറ്റ് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ കിരണിനെ സഹായിച്ചാൽ കനിയുടെ ശല്യം ചെയ്യൽ നിൽക്കുമെന്ന് കരുതിയിട്ടും ആവാം. അവിടെ വെച്ച് കിരൺ അപകടപ്പെടുകയാണ്. അതായത് ഒരു ചിലങ്കയുടെ ശബ്ദം കേട്ട് രോഹൻ നോക്കുമ്പോൾ കിരണിനെ തൂക്കിയെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവിടുന്ന് കിരൺ താഴേക്ക് വീഴുകയും ചെയ്യുന്നു. എന്തിനാണ് കിരണിനെ കനി ആക്രമിക്കുന്നത്? അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കിരണിനെ മറ്റൊരു രീതിയിലാണ് പ്രേക്ഷകർ കാണുന്നത്. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന 90% പ്രേക്ഷകരും ആ നിമിഷം വരെ ചിന്തിച്ചു കൊണ്ടിരുന്നത് കനിയുടെ ആത്മഹത്യയുടെ കാരണം എന്താണ് എന്നാണ്. എന്നാൽ ഈ ഒരു സംഭവത്തോടു കൂടി കിരൺ കനിയെ എന്തോ ചെയ്തു എന്നതിലേക്കാണ് പ്രേക്ഷകരെ സംവിധായകൻ എത്തിക്കുന്നത്. അവൾ ചത്താൽ എനിക്കെന്താ എന്ന കിരണിൻ്റെ ഡയലോഗ് പോലും നമ്മളെ അതിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഈ ഒരു സംഭവത്തിന് ശേഷം ഒരു ട്വിസ്റ്റിലേക്കാണ് സംവിധായകൻ കൊണ്ടുപോകുന്നത്. അതുവരെ നമ്മൾ കണ്ട പ്രേതം അത് കനിയല്ല എന്നും അത് മറ്റൊരാളാണ് എന്നും സംവിധായകൻ നമ്മളോട് പറയുന്നു. അവിടെ നിന്നും മറ്റൊരു അന്വേഷണം ആരംഭിക്കുകയാണ്. ടീസറിൽ പറഞ്ഞ വരികൾ ഇനിയൊന്ന് ചിന്തിക്കണം. ആഴത്തിലുള്ള ആഗ്രഹം ഉള്ളിൽ വെച്ച് ഒരാൾ മരിച്ചാൽ അയാളുടെ ആത്മാവ് ഈ ഭൂമി വിട്ട് പോകാറില്ല. അവരുപയോഗിച്ചിരുന്ന വസ്തുക്കളിലൊക്കെ അവരുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കും. സ്വാഭാവികമായും ഈ വരികൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് കനി എന്ന പെൺകുട്ടിയുമായിട്ടാവും. പക്ഷേ അതായിരുന്നില്ല എന്ന് പിന്നീട് മനസ്സിലാവും. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ക്ലിപ്പ് താൻ അവിടുന്ന് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം രോഹൻ മധുസൂദനോട് പറയുന്നത്. അവിടെ വെച്ചാണ് കനിയുടെ ചിലങ്ക മോഷണം പോയ കാര്യവും അവർ കണ്ടെത്തുന്നത്. ഈ ചിലങ്ക മോഷണം പോവുക എന്ന് പറഞ്ഞാൽ പൊതുവെ പ്രേതങ്ങളെ അല്ലെങ്കിൽ ആത്മാക്കളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണല്ലോ. പക്ഷേ ഇവിടെ ആ പ്രേതം അതുവഴി പ്രകോപിതരാവുന്നില്ല.
ഇവിടെ ഈ ഒരു മോഷണം പ്രേക്ഷകർക്ക് നൽകിയ ഒരു ക്ലൂ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് നർത്തകിയായ ഒരു പെൺകുട്ടി അവളുടെ ചിലങ്ക കാണാതായത് അറിഞ്ഞിട്ടേയില്ല. അവളുടെ ആബ്സെൻസ് ഓഫ് മൈൻഡാണ് അതുവഴി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചുറ്റും നടക്കുന്ന ഒരു വിഷയവും അവൾക്ക് അറിയില്ല, ഒന്നിനോടും അവൾക്ക് താല്പര്യവുമില്ല. അതായത് നൃത്തത്തോടുള്ള അവളുടെ താല്പര്യം പോലും പാതി വഴിയിൽ നിന്നതായി ആ സുഹൃത്ത് പറയുന്നുണ്ട്. ഹൈ ഡിപ്രഷൻ സ്റ്റേജിലുള്ള ഒരു വ്യക്തിക്കുണ്ടാകുന്ന ചില സിംറ്റംസ് ആണ് ഈ പറഞ്ഞതൊക്കെ. ആ സുഹൃത്താണ് പറയുന്നത് അവളെ ഒരാൾ പിന്തുടരുന്നുണ്ടായിരുന്നു എന്ന്. പിന്നീട് അന്വേഷണത്തിൽ മനസ്സിലാവുന്നു അവളുടെ വീടിനടുത്ത് തന്നെയുള്ള ഫിലിപ്പാണ് അവളെ പിന്തുടർന്നിരുന്നത് എന്ന്. സ്വാഭാവികമായും ആ സമയത്ത് ഒരുപാട് പേർക്ക് ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്. എനിക്കും അതേ സംശയം ഉണ്ടായിരുന്നു. അതായത് ഇത്രയും കാലം അയൽവാസിയായി ജീവിച്ചിരുന്ന ഫിലിപ്പിനെ എന്തുകൊണ്ട് അവൾ തിരിച്ചറിഞ്ഞില്ല? അങ്ങനെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾ എൻ്റെ വീടിനടുത്തുള്ള ഒരാളാണ് എന്നുള്ളത് ആ സുഹൃത്തിനോട് പറയുമായിരുന്നു. പക്ഷേ അവൾ പറഞ്ഞതായി ആ സുഹൃത്ത് പറയുന്നില്ല. അതിലൂടെയും പ്രേക്ഷകനെ അറിയിക്കാൻ ശ്രമിച്ചത് അവളുടെ ക്ലിനിക്കൽ ഡിപ്രഷനാണ്. അതായത് ക്ലിനിക്കൽ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് ചുറ്റുമുള്ള ഒരു വിഷയത്തെയും ശ്രദ്ധിക്കാൻ പറ്റില്ല. മറ്റൊന്നിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് അയാൾക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കും. പലപ്പോഴും ആളുകളെ തിരിച്ചറിയാനും പറ്റാറില്ല. ഇത് ഒരു വേർഷൻ മാത്രമാണ്. അതായത് അവൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നത്. ഇനി ആ വ്യക്തിയെ അയാൾ തിരിച്ചറിഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, അവളത് തുറന്ന് പറയാതിരിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് വഴിയെ പറയാം. ഏതാണ്ട് 8 മാസം മുമ്പെയാണ് രോഹനുമായിട്ടുള്ള പ്രണയം ഉണ്ടാവുന്നത്. അതിനു മുമ്പേയും അവർക്ക് തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനിടയിൽ സംഭവിച്ച ഒരു റീയൂണിയനിലാണ് അവർ തമ്മിൽ വീണ്ടും കാണുന്നത് എന്ന് രോഹൻ പറയുന്നുണ്ട്. അവളൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ കണ്ടതിന് മുമ്പും അതിന് ശേഷവും അവൾക്ക് ഒരു പ്രണയം ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നും രോഹൻ പറയുന്നുണ്ട്. അതായത് കനിയുടെ ജീവിതത്തിൽ അവൾക്ക് ഒരൊറ്റ പ്രണയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് രോഹനാണ്. അങ്ങനെയെങ്കിൽ അവളുടെ പ്രണയം എത്രത്തോളം ആത്മാർത്ഥമായിരിക്കും? അവൾ ടോക്സിക് ആവാനുള്ള കാരണവും ഒരുപക്ഷെ ആ ആത്മാർത്ഥത തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ അവൾക്ക് രോഹനെ നഷ്ടപ്പെട്ടാൽ അവൾക്കുണ്ടായിട്ടുള്ള ഡിപ്രഷൻ്റെ അളവ് എത്രത്തോളമായിരിക്കും? അങ്ങനെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി, അതായത് വീട്ടുകാർ പോലും മിണ്ടാത്ത, ഉണ്ടായിരുന്ന പ്രണയം നഷ്ടമായ, അവസാനമായി കുറച്ചുണ്ടായിരുന്ന ഒരു താല്പര്യം നൃത്തത്തോടായിരുന്നു, അതും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിലിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പിന്നാലെ ഒരു അയൽവാസി നടക്കുന്നു. അയാൾക്ക് പ്രണയമാണ് എന്ന് അവൾ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ അവൾക്ക് തിരിച്ചങ്ങോട്ടേക്ക് പ്രണയമൊന്നുമല്ല എങ്കിലും ഒരു ചെറിയ അനുകമ്പയുണ്ടാവാം. അങ്ങനെയുണ്ടാവുന്ന സാഹചര്യത്തിൽ ആ സുഹൃത്ത് പറയുകയാണ്, ഈ പിന്നാലെ നടക്കുന്നവനെതിരെ നമുക്കൊരു പെറ്റീഷൻ കൊടുക്കാം. സ്വാഭാവികമായി അവൾ പറയുന്നത് എന്താ? വിട്ടേക്ക് എന്ന് തന്നെയായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ദിവസം അയാളെ കൂടെ കാണാതായാലും നമ്മൾ ആരായാലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കും, അല്ലേ? അതുതന്നെ ആയിരിക്കും കനിയും ചെയ്തിട്ടുണ്ടാവുക. കനിയുടെ ആത്മഹത്യയുടെ കാരണവും അതുതന്നെയാണ്. രോഹനെ ഉപദ്രവിക്കുന്ന പ്രേതം കനിയല്ല, അത് ഫിലിപ്പാണ് എന്ന് മനസ്സിലായി. അങ്ങനെയെങ്കിൽ എന്തിനാണ് രോഹനെ ഉപദ്രവിക്കുന്നത്? വെറും ഒരു ക്ലിപ്പ് മോഷ്ടിച്ചതിനോ? അതിനാണോ അയാളെ വലിച്ചഴച്ച് കടിക്കുന്നത്? സ്വാഭാവികമായും സിനിമ OTT ഇറങ്ങിയാൽ വരാൻ പോകുന്ന ട്രോളുകളിൽ ചിലത് ഇങ്ങനെയായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് ഇത് മറ്റൊരു വാദമാണ്. ആ ഒരു വീട്ടിൽ 2 പ്രേതങ്ങളുണ്ട്. ഒന്ന് കനിയും മറ്റൊന്ന് ഫിലിപ്പും. രോഹനെ സ്നേഹിക്കുന്നതും തലോടുന്നതും കനിയാണ് എങ്കിൽ ഉപദ്രവിക്കുന്നതും വലിച്ചഴയ്ക്കുന്നതും കടിക്കുന്നതുമെല്ലാം ഫിലിപ്പാണ്. എന്നാൽ എനിക്ക് അങ്ങനൊരു വാദമില്ല. എൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. അതായത് ഫിലിപ്പിൻ്റെ ആത്മാവിന് രോഹനെ കൊണ്ട് ഒരാവശ്യമുണ്ട്. അയാളുടെ ലക്ഷ്യത്തിലേക്ക് രോഹനെ എത്തിക്കാനാണ് ഫിലിപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനായി ആദ്യം തന്നെ സ്നേഹത്തോടെ അയാൾ ശ്രമിച്ചു. പക്ഷേ അതിന് പ്രകോപിപ്പിക്കുകയായിരുന്നു രോഹൻ്റെ മറുപടി. അതിന് പകരമായിട്ടാണ് അയാൾ ശല്യം ചെയ്യാൻ തുടങ്ങുന്നത്. ശല്യം ചെയ്തെങ്കിലും തൻ്റെ ലക്ഷ്യത്തിലേക്ക് രോഹനെ കൊണ്ട് എത്തിക്കുക എന്നതായിരുന്നു ഫിലിപ്പിൻ്റെ ആവശ്യം. അപ്പോൾ എന്തായിരിക്കും ഫിലിപ്പിൻ്റെ ലക്ഷ്യം? ഫിലിപ്പിൻ്റെ മുറിയിലേക്ക് കടന്നപ്പോൾ അയാൾ ക്യാൻസർ ബാധിതനാണ് എന്ന് കാണിച്ച ഒരു സർട്ടിഫിക്കറ്റ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ആ പ്രണയകാലത്തിനിടയിലാകാം അയാൾ രോഗിയായി മാറിയതും. എന്നാൽ അയാൾ തൻ്റെ പ്രണയം നിർത്താൻ തയ്യാറല്ലായിരുന്നു. മരിക്കുന്നവരെ ആ വീട്ടിലേക്ക് നോക്കി നിൽക്കാൻ അയാൾ ഇഷ്ടപ്പെട്ടിരുന്നതായി അയാളുടെ അമ്മയും പറയുന്നുണ്ട്. മരണശേഷവും ആ മുറിയിൽ തുടരാൻ വേണ്ടി അയാൾ കണ്ടെത്തിയ വഴിയായിരിക്കും ദിയസ് ഇറെ. അവസാന വിധിയിൽ മരിച്ചവരെ വരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന വചനങ്ങളായാണ് ദിയസ് ഇറയെ വിശദീകരിക്കുന്നത്.
അത് അയാൾ ഒരുപാട് പ്രിൻ്റ് അടിച്ചത് അവർ കണ്ടെത്തുന്നുണ്ട്. ആ പ്രിൻ്റ് മുഴുവൻ അയാളുടെ മുറിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ചുവരിൽ മുഴുവൻ ആ പ്രിൻ്റുകൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ മുറിയിൽ നിന്നും തൻ്റെ ആത്മാവിന് തൻ്റെ സമ്മതമില്ലാതെ പുറത്തു പോകാൻ പറ്റില്ല എന്ന് അയാൾ അന്ധമായി വിശ്വസിച്ചിരുന്നു. അത് അയാളുടെ അമ്മയും വിശ്വസിച്ചിരുന്നു. അയാളുടെ ആവശ്യത്തിന് വേണ്ടി കനിയുടെ ഒരു ഫോട്ടോ കൊണ്ടുതരാൻ അയാൾ പറഞ്ഞിരുന്നു. എന്നാൽ ആ ഫോട്ടോ മാത്രമല്ല, ആ വീട് മുഴുവൻ മോഷ്ടിച്ച് ആ അമ്മ അയാൾക്ക് മുമ്പിൽ കൊണ്ടുവച്ചു. അതായത് ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം കൊണ്ടു കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ. ഡിപ്രഷൻ്റെ അങ്ങേ അറ്റത്തെത്തി മരണമന്വേഷിച്ച് നടന്ന പെൺകുട്ടിയെപ്പോലും നോക്കാൻ സമയമില്ലാത്ത ആ അച്ഛനും അമ്മയ്ക്കും മോഷണം കണ്ടെത്താൻ എവിടെയാണ് സമയം? സ്വന്തം മകന് സന്തോഷമാകുമെന്ന് കരുതി അവർ മോഷ്ടിച്ചു കൊണ്ടുവന്നത് കനിയുടെ ഏറ്റവും വലിയ നിധിയായിരുന്നു. അതവർ കാലിൽ കെട്ടുമ്പോൾ ഫിലിപ്പിന് സന്തോഷമായിരുന്നു എന്ന് ആ അമ്മ പറയുന്നുണ്ട്. പക്ഷേ അതവൻ്റെ ഏറ്റവും വലിയ ഭാരമായി മാറുകയായിരുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. ഒരുപക്ഷെ ആ ഭാരം കാണിക്കുന്നതാവാം ആ ആത്മാവ് നടക്കുമ്പോൾ പോലും ചിലങ്കയുടെ ശബ്ദം. മരണശേഷം കനിയുടെ ആത്മാവിനോടൊപ്പം സഞ്ചരിക്കാൻ പോലും ആ ചിലങ്ക ഒരു ബാധ്യതയായി മാറിക്കാണണം. അമ്മയോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ ഫിലിപ്പ് മറ്റൊരാളെ ബലമായെങ്കിലും ഇവിടേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ തൻ്റെ ചിലങ്ക മാറ്റിയെടുക്കാൻ പറ്റൂ എന്ന് അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയായിരിക്കാം രോഹനെ അയാൾ തിരഞ്ഞെടുത്തത്. രോഹനെ ശല്യം ചെയ്ത് ഇതുവഴി എത്തിക്കുക എന്നതായിരിക്കാം ഫിലിപ്പിൻ്റെ ഉദ്ദേശം. കൊല്ലുക എന്നതായിരുന്നില്ല. കാരണം കൊല്ലുകയായിരുന്നുവെങ്കിൽ അത് ഇതിനേക്കാൾ എളുപ്പമായിരുന്നു. കിരണിനെ ബിൽഡിങ്ങിന് മുകളിൽ നിന്നും തൂക്കിയെടുത്ത് താഴേക്ക് ഇടുന്നതും ആ ഭയപ്പെടുത്തലിൻ്റെ ഒരു ഭാഗമായിരിക്കാം. ചുമ്മാ താഴേക്ക് എടുത്തിട്ടൊന്ന് കാലൊടിക്കുക എന്നത് മാത്രമായിരിക്കാം ചിലപ്പോൾ ഫിലിപ്പിൻ്റെ ആത്മാവിൻ്റെ ആവശ്യം. എന്നാൽ രോഹൻ ചാടിപ്പിടിക്കുമെന്നും അതുവഴി ഈ അപകടം ഗുരുതരമാവുമെന്നും അയാൾ ചിന്തിച്ചു കാണില്ല. അതുകൊണ്ടാണല്ലോ ഇത് ഇത്രത്തോളം പ്രശ്നമായത്. രോഹൻ ചാടിപ്പിടിച്ചു, തല ഭിത്തിയിലടിച്ചു, അപകടം ഗുരുതരമായി. രോഹൻ്റെ കൂട്ടാളിയായ മധുസൂദനിലും ഇതേപോലെ ഒരു ഭയം ഉണ്ടാക്കണമെന്നത് ഫിലിപ്പിൻ്റെ ആവശ്യമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അന്ന് അങ്ങനൊരു ഷോ ഫിലിപ്പിൻ്റെ ആത്മാവ് നടത്തിയതും. ഉപദ്രവിക്കുക എന്നത് അയാളുടെ ഒരു ഉദ്ദേശമായിരുന്നിരിക്കില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ വെറുതെ ഒരമ്മ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അവരെ ഉപദ്രവിക്കാമായിരുന്നു. അവരെ ഒന്ന് പേടിപ്പിക്കുക പോലും ചെയ്യാതെയാണ് ഫിലിപ്പിൻ്റെ ആത്മാവ് പുറത്തേക്ക് പോയത്. ആ സീനിനോട് ചേർന്ന് ഒരുപാട് പേർക്കുണ്ടായ ഒരു ചോദ്യമാണ്, അവിടെ ഒരു പാക്കറ്റ് ഉപ്പ് വിതറുന്നുണ്ടായിരുന്നു, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന്. അതായത് പഴയ ഈ വെസ്റ്റേൺ നാടോടി കഥകളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഭവമുണ്ട്. സൂപ്പർ നാച്ചുറൽസ് എന്ന് പറയുന്ന ഒരു സീരീസിൽ അത് കാണിച്ചിട്ടുമുണ്ട്. ആ സീരീസിൽ H.H. ഹോംസിൻ്റെ ആത്മാവ് വരുന്ന ഒരു എപ്പിസോഡുണ്ട്. H.H. ഹോംസിനെ കുറിച്ച് തൊട്ടു മുമ്പേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ആത്മാവ് വരുമ്പോൾ ഉപ്പ് വിതറുന്ന ഒരു സീൻ. അതായത് വെസ്റ്റേൺ നാടോടി കഥകളിൽ പ്രേതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉപ്പ് ഉപയോഗിക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഉപ്പ് വിതറിക്കഴിഞ്ഞാൽ ആത്മാക്കൾ അടുത്തേക്ക് വരില്ല എന്ന് പറയുന്നൊരു വിശ്വാസം. ആ ഒരു വെസ്റ്റേൺ കൾച്ചർ, ആ ഒരു വെസ്റ്റേൺ നാടോടി കഥകളിൽ പറയുന്ന വിശ്വാസമായിരിക്കാം ഇവിടെ ഡയറക്ടർ കൊണ്ടുവന്നത്. അങ്ങനെയെങ്കിൽ ചിലങ്ക ഊരാൻ വന്ന മധുവിനെ എന്തിനെയാണ് ഫിലിപ്പിൻ്റെ പ്രേതം ആക്രമിച്ചത്? യഥാർത്ഥത്തിൽ അതൊരു ആക്രമണമായിരുന്നില്ല. അതായത് ചിലങ്ക ഊരി മാറ്റണമെങ്കിൽ മൂർച്ചയുള്ള ഒരു ആയുധം വേണമായിരുന്നു എന്ന് രോഹൻ പറയുന്നുണ്ട്. അതെടുക്കാനാണ് രോഹൻ പോയതും. അവിടെ വെച്ച് അമ്മയാൽ രോഹൻ ആക്രമിക്കപ്പെടുകയായിരുന്നു. തിരിച്ച് രോഹനെ ഇവിടെ എത്തിക്കണമെങ്കിൽ ഇവിടെ മധു ആക്രമിക്കപ്പെടണം. എങ്കിൽ മാത്രമേ രോഹൻ തിരിച്ച് ഇവിടെ എത്തുകയുള്ളൂ എന്ന് ഫിലിപ്പിൻ്റെ ആത്മാവിനറിയാം. അതുകൊണ്ട് തന്നെ അയാൾ ഉണ്ടാക്കിയ ഒരു നാടകമായിരിക്കാം അത്. തിയേറ്ററിൽ ആ സീൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകനും തള്ളക്ക് രണ്ടെണ്ണം കിട്ടട്ടെ എന്ന് തന്നെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. ഞാനും ആ സമയത്ത് അത് തന്നെയായിരുന്നു ചിന്തിച്ചത്. മിക്കവാറും ഫിലിപ്പിൻ്റെ ആത്മാവും അങ്ങനെ തന്നെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മറ്റൊരു വീട്ടിൽ ചെന്ന് ഈ ജാതി ഷോ കാണിച്ച ഒരു ആത്മാവിന് സ്വന്തം അമ്മയെ തൂക്കിയിട്ടിരിക്കുന്ന രോഹനെ ഇല്ലാതാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? കാൽ വെട്ടിയെടുത്ത് കത്തിച്ച ശേഷം അതിവേഗത്തിൽ ആത്മാവ് ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ആ ശരീരം ദഹിപ്പിക്കുന്നതും ആത്മാവ് തന്നെയാണ്. മേ ബി അതിനുശേഷം ആ രണ്ട് ആത്മാക്കളും ഹാപ്പിയായി പോയി കാണണം. ഇവിടെ പ്രധാന കാരണം ഡിപ്രഷനാണ് എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം ഇതിൻ്റെ സംവിധായകനാണ്. അദ്ദേഹത്തിന് തൊട്ടു മുമ്പേ ഭൂതകാലം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു. സൈജു കുറുപ്പ് വരുന്നൊരു സീനുണ്ട് അവസാനം. അതിൽ സൈജു കുറുപ്പ് പറയുന്നുണ്ട് ഒരു അമ്മയും മകനും താമസിച്ചിട്ടുള്ള പ്രേതബാധയുള്ള ഒരു വീടിനെ കുറിച്ച്. അത് ഭൂതകാലം റെഫറൻസ് ആണ് എന്ന് പലർക്കും മനസ്സിലായിട്ടും ഉണ്ടാവും. ഭൂതകാലം കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം എന്താണ് ഡിപ്രഷൻ എന്ന്. ഭൂതകാലം എന്ന് പറയുന്ന ഒരു സിനിമ ഈ സിനിമയുമായി കണക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സുമായി കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച വെറും ഒരു വരിയാണ് അത് എന്ന് എനിക്ക് തോന്നുന്നില്ല.
കാരണം സൈജു കുറുപ്പ് വരുന്ന ആ സീനിൽ തന്നെ മധുവിനെ വിളിക്കുന്നത് മധുസൂദനൻ പോറ്റി എന്നാണ്. അത്രയും സമയമായിട്ട് മധുവിൻ്റെ ആ പേര് കൃത്യമായിട്ട് എവിടെയും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മധുസൂദനൻ പോറ്റി എന്ന പേരിലൂടെ അവിടെ ഉദ്ദേശിക്കുന്ന കുറച്ച് ക്ലാരിറ്റികളുണ്ട്. അതായത് അച്ഛനെ പോലെ എന്തെങ്കിലും ജോലി ചെയ്തൂടെ എന്ന് ആ അമ്മ ചോദിക്കുന്ന ഒരു സീനിൽ അച്ഛൻ്റെ ജോലി എന്താണെന്നുള്ളത് വ്യക്തമായിരുന്നില്ല. പക്ഷേ ഈ ഒരു വരിയിലൂടെ അവിടെ ഒരു ക്ലാരിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. അച്ഛനെക്കുറിച്ച് പറയുന്ന ആ സീനിൽ അച്ഛൻ്റെ ഫോട്ടോയും കാണിക്കുന്നുണ്ട്. ആ ഒരു റിഫ്ലക്ഷനിൽ അതിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. അത് ഭ്രമയുഗത്തിലെ കുഞ്ചമൺ പോറ്റിയോട് ചേർന്നിട്ടുള്ള ഒരു ചിത്രമാണ്. അതായത് ഈ പ്രേതബാധയുള്ളൊരു വീടിനെ കുറിച്ചിട്ട് അന്വേഷിച്ച് വരുമ്പോൾ ആ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രേതബാധയ്ക്ക് വേണ്ടി എന്തെങ്കിലും താന്ത്രിക വിദ്യകൾ ചെയ്യുന്ന ഒരു പോറ്റി ആയിരിക്കാം എന്ന് കൃത്യമായൊരു ക്ലാരിറ്റി തരികയായിരുന്നു ആ ഒരു ഡയലോഗിലൂടെ. ഇനി അവസാനത്തെ ചോദ്യം, എന്തിനാണ് രോഹൻ വ എന്ന് പറയുന്നത്? ആരെ കണ്ടിട്ടാണ് രോഹൻ അത് പറയുന്നത്? ആ സമയത്ത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. രോഹൻ എന്നൊരു ഫീമെയിൽ വോയിസിൽ ആരോ പറയുന്നത് നിങ്ങൾക്ക് അവിടെ കേൾക്കാൻ പറ്റും. അതിലൂടെ പ്രേക്ഷകനെ മനസ്സിലാക്കാൻ ശ്രമിച്ചത് അവിടെ വന്നിട്ടുള്ളത് കനിയുടെ ആത്മാവാണ് എന്നാണ്. അതൊരു സീക്വലിലേക്കുള്ള ഒരു ഭാഗമാണോ എന്നുള്ള ചിന്തയിലാണ് പലരും ഇവിടെ ചർച്ച ചെയ്യുന്നത്. പക്ഷേ രാഹുലിൻ്റെ പല ഇൻ്റർവ്യൂകളും അതിനുശേഷം വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലൊന്നും അങ്ങനെ ഒരു സീക്വലിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടില്ല. അത് ചുമ്മാ ഒരു എൻഡ് ട്വിസ്റ്റിന് വേണ്ടി വെച്ചതാവാം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ പടം നിങ്ങൾ ഇങ്ങനെയാണോ റിസീവ് ചെയ്തത്? ആണെങ്കിൽ അതേന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഈ സിനിമ നിങ്ങളുമായി ചർച്ച ചെയ്ത ആ സുഹൃത്തിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കണം. ഇത് ഡയറക്ടർ പോലും ചിന്തിക്കാത്ത വിഷയമായിരുന്നു. ഡയറക്ടർ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുമോ എന്നുള്ള കമൻറ്റുകൾ നിരോധിച്ചിരിക്കുന്നു. വെറുതെ ചിന്തിക്കാൻ മാത്രം.